ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് ഇതുവരെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വ്യൂസ് കുറവായിരുന്നു. സാധാരണ കിട്ടുന്ന വ്യൂസ് ഒന്നും വരുന്നില്ല, പ്രത്യേകിച്ച് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ. പക്ഷെ അപ്പോൾ അവർ അറിഞ്ഞത് ഈ ഒരു ഏപ്രിൽ മുതൽ അത്യാവശ്യം വ്യൂസ് വരും, യൂട്യൂബിൻ്റെ അൽഗോരിതമൊക്കെ ചേഞ്ച് ആകും എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏപ്രിൽ ആയിട്ടും അവർക്ക് വ്യൂസ് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ ആളുകൾ സംശയം ചോദിച്ചത് കൊണ്ടാണ് നമ്മളിത് വീഡിയോയിലൂടെ പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സംശയം ഉണ്ടായിരിക്കാം. ഒന്ന് ശരിയാണ്, അതായത് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പൊതുവെ എല്ലാവർക്കും വ്യൂസ് കുറവുണ്ട് എന്ന് സ്വയം അനുഭവിച്ചവരാണ് മിക്ക ആളുകളും. അവർ പറയുമ്പോൾ ശരിയാണ്, അവരുടെ മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറവാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. പക്ഷെ അവർ ധരിച്ചു വെച്ചിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മുതൽ യൂട്യൂബിൻ്റെ അൽഗോരിതം ചേഞ്ച് ആകുന്നുണ്ട്, പിന്നീട് അങ്ങോട്ട് വ്യൂസ് കൂടുന്നതാണ് എന്നുള്ളത് അവർ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം യൂട്യൂബിൽ അങ്ങനെ ഒരു അൽഗോരിതം ചേഞ്ച് ആകുന്നൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും യൂട്യൂബിൽ ഒഫീഷ്യലി മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, യൂട്യൂബിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ അത് അറിയിക്കുന്നതാണ്. ക്രിയേറ്റേഴ്സിനെ അറിയിക്കേണ്ടതാണെങ്കിൽ പ്രത്യേകം ക്രിയേറ്റേഴ്സിനെ അറിയിക്കും. അതല്ല, എന്ത് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും യൂട്യൂബ് അത് ഒഫീഷ്യലി നമ്മളെ അറിയിക്കുന്നതാണ്. ഇതാണ് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഒരു കാര്യം സത്യമാണ്. അതായത് അവരുടെ ചാനൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ അവർക്ക് വ്യൂസ് കുറവ് വന്നിട്ടുണ്ട്. അത് യൂട്യൂബിലെ ഒരു പ്രശ്നം കൊണ്ടല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരുടെ ചാനലിനും അവരുടെ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് വ്യത്യസ്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്ത ടേസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിൽ അതല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് വ്യൂസ് വരാത്തവർ ഒരുപാടുണ്ടെങ്കിലും അതുപോലെ വ്യൂസ് വന്ന ഒരുപാട് ആളുകളുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഈ റംസാൻ ആയിട്ട് പോലും ബിഗ് ബോസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നവർ, സീരിയലിൻ്റെ റിവ്യൂ ചെയ്യുന്നവർ, ഇവർക്കൊക്കെ നല്ല വ്യൂസ് വരുന്നുണ്ട്. പക്ഷേ വ്യൂസ് കിട്ടാത്തവരുമുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സാം സീസണാണ്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ കുട്ടികളില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ കുട്ടികൾ കാഴ്ചക്കാരായിട്ടുള്ളവരുണ്ടാവും. ഷോർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ ആയിട്ടാണെങ്കിലും യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ, വലിയ ആളുകളുടെ ഐഡിയയിൽ നിന്ന് പോലും രക്ഷിതാക്കളുടെ ഐഡിയയിൽ നിന്ന് കുട്ടികൾ കാണുന്നുണ്ടാകും. അപ്പോൾ ഈ എക്സാം സീസണിൽ അവരുടെയൊക്കെ വ്യൂസ് കുറയാണ്. അവരൊന്നും ഫോണിൽ ഇരുന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വ്യൂസ് നന്നായിട്ട് കുറയും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ, അവരൊക്കെ ഫോൺ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അവരുടെ പേരൻസ് അത് ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു വ്യൂസ് അവിടെ കുറയുകയാണ്. ഇത് തന്നെ നേരെ തിരിച്ചും നമുക്ക് പറയാം. അതായത് ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് ആ പേരൻസ് യൂട്യൂബ് കാണുന്നതും കുറയുന്നുണ്ട്. കാരണം കുട്ടികളുടെ എക്സാം അവരെ പഠിപ്പിക്കാനും ബാക്കി കാര്യത്തിനൊക്കെ അവർ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ആ രീതിയിലും അവിടെ നമ്മുടെ ആ ഒരു വ്യൂസ് കുറയാണ്. അപ്പോൾ അവരാണ് നമ്മളെ ഓഡിയൻസ് എങ്കിൽ തീർച്ചയായിട്ടും ഫെബ്രുവരി മാർച്ച് സമയത്ത് നമുക്ക് വ്യൂസ് കുറയും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. അതല്ലാതെ യൂട്യൂബിൽ ഒരു അൽഗോരിതം ചേഞ്ച് ആയിട്ടില്ല, നമ്മുടെ വ്യൂവേഴ്സ് തിരക്കിലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇത് തന്നെ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കും, ഏപ്രിലിൽ അൽഗോരിതം ചേഞ്ച് ആകുന്നുണ്ട് അല്ലെങ്കിൽ അത് വ്യൂസ് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അൽഗോരിതം ചേഞ്ച് ആകുന്നത് കൊണ്ടല്ല ഏപ്രിലിൽ വ്യൂസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ മുതൽ നമുക്കൊരു വെക്കേഷനാണ്. കുട്ടികളും അല്ലെങ്കിൽ കുട്ടികൾ ഫ്രീ ആണ്, സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ ഇവരൊക്കെ എക്സാം ടെൻഷനൊക്കെ കഴിഞ്ഞ് ഫ്രീ മൈൻഡിലായിരിക്കും. അപ്പോൾ കൂടുതൽ വ്യൂസ് വരും, കൂടുതൽ വീഡിയോസ് യൂട്യൂബിൽ വരും. അപ്പോൾ ഒരു വെക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വ്യൂസ് കൂടാം. പിന്നെ ഇതുമായിട്ട് ചേർത്ത് പറയുമ്പോൾ നമുക്ക് കോവിഡ് സമയത്ത് യൂട്യൂബിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. കാരണം എന്താ, ആ സമയത്ത് ആളുകളൊക്കെ ഫ്രീ ആയിരുന്നു, ആളുകളൊക്കെ ഈ ഫോണിലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഓഡിയൻസ് തിരക്കിലാണ് അല്ലെങ്കിൽ ബിസിയാണ്, അതുകൊണ്ടായിരിക്കും നമുക്ക് വ്യൂസ് വരാത്തത്. നമുക്ക് ആദ്യം ആ ഒരു വ്യൂസ്, ഓഡിയൻസ് റിട്ടൻഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് കുറയും. ഇതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നവരുണ്ട്, അവർക്ക് നല്ല വ്യൂസ് വരുന്നുണ്ട്. കാരണം ബിഗ് ബോസ് ആ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന യൂട്യൂബേഴ്സ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം അതാണ്, നമ്മുടെ ഓഡിയൻസ് എപ്പോഴായിരിക്കും ഫ്രീ, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ഏത് തരം ഓഡിയൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവർ
തിരക്കിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ വ്യൂസ് കുറയും. പിന്നെ അതുപോലെ അതിനോട് കൂടി ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, നമ്മളെ വീഡിയോ ഇപ്പോൾ ഞാൻ കുറേ ചാനലുകൾ നമ്മൾ ഇങ്ങനെ മോണിറ്റൈസ് ചെയ്ത് ഇങ്ങനെ ചാനൽ തുടക്കം മുതൽ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു മാസം 2 മാസം നല്ല റവന്യൂ ആയിരിക്കും. കാരണം ആ ഒരു വൈറലായിട്ട് വാച്ച് ടൈമൊക്കെ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് വരും റെക്കമെൻഡിൽ കയറിയിട്ട്. പക്ഷേ അതൊരു ഗ്രോത്ത് ഒരു കുറച്ച് സമയം വരെയാണ്. അപ്പോഴേക്കും ഒരുവിധം ആളുകളൊക്കെ നിങ്ങളുടെ ഓൾഡ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ട് പോകും, കുറച്ച് താഴും. കാരണം നമ്മുടെ വീഡിയോസൊക്കെ ആളുകൾ കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് മാത്രമായിരിക്കും ആളുകൾ കാണുന്നുണ്ടാവുക. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു സ്വഭാവം ഉണ്ട്, അവരുടെ ഒരു തിരക്കും കാര്യങ്ങളും. നമ്മളെ വീഡിയോ ഇനിയിപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്, ഓഡിയൻസും ഫ്രീ ആണ്. നമ്മളെ നെക്സ്റ്റ് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളൊരു അലസത വന്നു, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടന്റ് ആണ് എന്നുണ്ടെങ്കിലും വ്യൂസ് കുറയും, സ്വാഭാവികമാണ്. ചാനലിൽ ട്രാഫിക് കുറയുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. ഡിലേറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പക്ഷെ അത് മൊത്തം നമ്മൾ ഈ ഒരു മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി മാസമാണ് എന്ന് പറഞ്ഞത് കൊണ്ടും കാര്യമില്ല. അപ്പം ഈ വക എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ വ്യൂസ് കിടക്കുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം ചേഞ്ച് ആയിട്ടില്ല, ആ രീതിയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ പ്രശ്നം കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് ഈ ഒരു സമയത്ത് ഈ ഒരു പൊതുവേ റംസാനൊക്കെ ആകുമ്പോൾ പ്രത്യേകതരം കണ്ടന്റുകൾക്ക് വ്യൂസ് കുറവാണ്. എന്നാൽ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചാനലിനുണ്ട്, അവർക്കൊക്കെ നല്ല വ്യൂസ് വരുന്നുണ്ട് ഈ ഒരു റംസാൻ സമയത്ത്. മറ്റു ചില ചാനലുകൾക്ക് സ്വാഭാവികമായിട്ട് വ്യൂസ് കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. യൂട്യൂബിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതുപോലെ യൂട്യൂബ് ഇപ്പോൾ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇനിയും പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. യൂട്യൂബിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഫീഷ്യലി അവർ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്ത് വ്യൂസ് കുറഞ്ഞു അല്ലെങ്കിൽ കുറയുന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.